ഹലോ കൂട്ടുകാരെ, എങ്ങനെ പ്രൊഫഷണൽ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഈ വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ടിംഗ് കറസ്പോണ്ടൻസ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും കുറച്ചൊക്കെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയാം. പക്ഷേ നമുക്ക് എങ്ങനെ തുടങ്ങണം, എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഏത് വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് തുടങ്ങണം എന്നുള്ള ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ നമുക്കെല്ലാവരും അനുഭവിക്കാറുണ്ട്. ഒരു പ്രൊഫഷണൽ ഇമെയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഒരു ഇമെയിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ അധ്യായത്തിലൂടെ എങ്ങനെ ഒരു ഇമെയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ സീരീസാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പലപ്പോഴും നമ്മൾ കൺഫ്യൂഷനായ ഒരു ഭാഗമാണ്, നമ്മൾ ഐ ആണോ ഉപയോഗിക്കേണ്ടത് അതോ വി ആണോ? നമ്മൾ അയക്കുന്ന ഇമെയിലിനെയും ഇമെയിലിൻ്റെ കണ്ടന്റിനെയും ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു എ എന്ന കമ്പനിയുടെ മെമ്പേഴ്സാണ്. ഞാൻ എൻ്റെ മാനേജർക്കോ അല്ലെങ്കിൽ എൻ്റെ സബോർഡിനേറ്റായ മറ്റു ക്ലയൻസിനോ ഞാൻ മെയിൽ അയക്കുകയാണെങ്കിൽ അവിടെ ഐ എന്നതിനു പകരം വി ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മളൊരു ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ വി ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മളൊരു ടീമാണ് എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ സ്റ്റാഫിൻ്റെ ഇടയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വി ആണ് ഏറ്റവും ഉചിതമായത്. ഇനി ഐ വെച്ചു നമുക്ക് ഇമെയിൽ ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അതിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ ഇങ്ങനെയാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു ഇമെയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മളൊരു റെഫറൻസിനെ ബേസ് ചെയ്തായിരിക്കും. ശേഷം വരുന്നുണ്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ എഗെയിൻസ്റ്റ് ആൻ ഇവൻറ്റ്, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഇമെയിലുകൾ. ഇപ്പോൾ ഉദാഹരണം പറയാം, നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു ഇമെയിൽ അയച്ചു, ഞാൻ അതിന് തിരിച്ച് ഇമെയിൽ അയക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ സ്റ്റാർട്ടിങ് എന്തായിരിക്കണം? നിങ്ങൾ എനിക്ക് അയച്ച ഇമെയിലിന് നന്ദി, അല്ലെങ്കിൽ ആ ഇമെയിലിൽ പറഞ്ഞ വിഷയം ഇന്നതാണ് എന്നുള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതല്ല, ഒരു ജോബ് അപ്ലിക്കേഷന് വേണ്ടി നിങ്ങൾ ബയോഡാറ്റ എനിക്ക് അയച്ചെന്നാൽ ഞാൻ നിങ്ങളുടെ ബയോഡാറ്റ കിട്ടി, ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ തിരിച്ച് ഇമെയിൽ അയക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ഇവൻ്റ്, എഗെയിൻസ്റ്റ് ആൻ ഇവൻ്റോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇമെയിൽ ഒരു മുൻകഴിഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അതായത് ഈ ഇമെയിൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ മുൻകഴിഞ്ഞ ഏതെങ്കിലും സബ്ജക്റ്റുമായി നമ്മുടെ ഇമെയിൽ ബന്ധമുള്ളതാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ സബ്ജക്റ്റുമായി ബന്ധമുള്ള വാക്കുകളാണ്. നമുക്ക് കുറച്ച് സ്റ്റാർട്ടിംഗ് ഇമെയിലുകൾ നോക്കാം. ഇപ്പോൾ ഒരാൾ എനിക്ക് ഇമെയിൽ അയച്ചു, ഒരു ലെറ്റർ അയച്ചു. അപ്പോൾ ഞാൻ അതിന് തിരിച്ച് മെയിൽ അയക്കുന്ന സ്റ്റാർട്ടിങ് ഇങ്ങനെ ആയിരിക്കണം: ഐ ആം റൈറ്റിംഗ് വിത്ത് ദ റെഫറൻസ് ടു ദ ലെറ്റർ ഓഫ്. നിങ്ങൾ അയച്ച കത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മറുപടിയാണ് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ഇങ്ങനെയായിരിക്കണം. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കാം. വിത്ത് റെഫറൻസ് ടു എ ലെറ്റർ, സിമ്പിളായി നമുക്ക് പറയാൻ പറ്റും. അതായത് നിങ്ങൾ എനിക്കൊരു കത്ത് അയച്ചെന്നു, അപ്പോൾ അതിൻ്റെ ഒരു മറുപടി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തിരിച്ച് മെയിൽ അയക്കുകയാണ്. നിങ്ങൾക്ക് ഡേറ്റ് വേണമെങ്കിൽ ഡേറ്റ് മെൻഷൻ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഒരാൾ എനിക്ക് റിക്വസ്റ്റ് അയച്ചെന്നു, എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആൾക്കൊരു ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് അയച്ചുമ്പോൾ നമ്മൾ അവിടെ ഒരു റിക്വസ്റ്റിനാണ് റീപ്ലൈ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇൻ റെസ്പോൺസ് ടു എ റിക്വസ്റ്റ്, ഇതായിരിക്കണം സ്റ്റാർട്ടിംഗ് ഫ്രേസ്. ഇതൊരിക്കലും ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു കോമ ഇവിടെ ഇടാൻ മറന്നു പോകരുത്. ഇവിടെ നമ്മൾ ഡോട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സെൻറ്റൻസ് തെറ്റായി മാറും. കാരണം പരിപൂർണമായ അർത്ഥം ലഭിക്കുമ്പോഴേ നമുക്കൊരു സെൻറ്റൻസ് ആക്കി മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിംഗ് ഫ്രേസായിട്ട് നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ടിംഗ് ഫ്രേസുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നിർബന്ധമായി നമ്മൾ കോമ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം. ഫോളോയിങ് അവർ കോൺവെർസേഷൻ വിത്ത് ദിസ് മോർണിംഗ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഇമെയിലാണ് ഞാൻ നിങ്ങൾക്ക് അയക്കാൻ പോകുന്നത്. ഉദാഹരണം, നമ്മൾ രാവിലെ കൂടിയ ഒരു മീറ്റിങ്ങിൻ്റെ മെമ്മോയാണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇത് വെച്ച് ഈ ഫ്രേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഇമെയിലിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്, നമ്മൾ അങ്ങനെ ആയിരിക്കണം നമ്മൾ ഇമെയിൽ എഴുതേണ്ടത്. ഞാനിപ്പോൾ ഉപയോഗിച്ച വാക്കുകൾ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ ഘടന ഇതുപോലെ ആയിരിക്കണം. ഓക്കെ,
ഇനി ഫർദർ ടു എ ലെറ്റർ ഓഫ് നീ അയച്ച ലെറ്റർ അയച്ചിരുന്നു, അതിൻ്റെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസുമായി ഞാൻ അടുത്ത ലെറ്റർ അയക്കുകയാണ് എന്നുള്ള ഒരു ഉദ്ദേശം സ്റ്റാർട്ടിങ്ങിൽ നമുക്കിതുപോലെ നൽകാം. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. താങ്ക് യു ഫോർ യുവർ ലെറ്റർ ഓഫ്. ഒരാൾ എനിക്കൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇമെയിൽ അയച്ചു, ഒരു ലെറ്റർ അയച്ചു. അപ്പോൾ നമ്മളതിൻ്റെ മറുപടി താങ്ക് യു ഫോർ യുവർ ലെറ്റർ, നിങ്ങൾ അയച്ചതിൽ എനിക്ക് നന്ദി, അതിൽ പറയുന്ന വിഷയം ഇന്നതാണ്. എന്ന ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് എഴുതാം. പലർക്കും ഡിസ്ക്രിപ്ഷൻ എഴുതാൻ അറിയും, പക്ഷേ എങ്ങനെ ഒരു ഇമെയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനായിരിക്കും അധികമുള്ള ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ നമ്മുടെ ഇതിലൂടെ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ എഴുതാൻ പോകുന്ന വിഷയം അത് എന്താണ് എന്നുള്ള വളരെ ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ റീപ്ലൈ അല്ലെങ്കിൽ ഇമെയിൽ അയക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഉദാഹരണം നോക്കാം. ആസ് വി ഡിസ്കസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ മാനേജറുടെ ക്യാബിൻ പോയി അദ്ദേഹത്തോട് വിഷയം സംസാരിച്ചു. അപ്പോൾ മാനേജർ ഓക്കെ എഗ്രി ചെയ്തു. അപ്പോൾ ഞാൻ ഇനി മാനേജർക്ക് ഇമെയിൽ അയക്കുകയാണ്. ആസ് വി ഡിസ്കസ്, നമ്മൾ ചർച്ച ചെയ്തതുപോലെ. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമുക്ക് ആ ഫണ്ട് പാസ്സാക്കാം അല്ല അപ്രൂവ് ചെയ്യാം തുടങ്ങിയ ഇഷ്ടമുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ആസ് യു മേ ഓൾറെഡി നോ, അതായത് ഇപ്പോൾ ഒരു വിഷയം മുൻകഴിഞ്ഞൊരു വിഷയം നമ്മൾ അയക്കുന്ന ആളുകൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയാമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ഒരു റിമൈൻഡർ എന്ന നിലക്കാണ്, അല്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടെ പറയാൻ പോവുകയാണ്, ഞാൻ ഇമെയിലിലൂടെ പറയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നമുക്ക് ഇതുപോലെയുള്ള വാക്കുകൾ സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കാം. താങ്ക് യു ഫോർ യുവർ ലെറ്റർ. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളൊരു ഇമെയിൽ അയച്ചു, നിങ്ങൾ ഒരു ലെറ്റർ അയച്ചു, അതിന് മറുപടി എന്ന നിലയ്ക്ക് താങ്ക് യു ഫോർ യുവർ ലെറ്റർ, അതിൻ്റെ പറയുന്ന വിഷയം ഇന്നതാണ്, അതിൻ്റെ സൊല്യൂഷൻ ഇന്നതാണ് എന്നുള്ള ഒരു ഇമെയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഇമെയിൽ സ്റ്റാർട്ടിംഗ് ട്രബിളിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റെഫറൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഇവൻറ്റുമായി ബന്ധമില്ലാതെ ഒരാൾക്ക് ഇമെയിൽ അയക്കുകയാണ്. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞതെല്ലാം ഏകദേശം ഒരു മറുപടി എന്ന നിലക്കോ അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ സബ്ജക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിലുകളാണ്. ഇനി നമ്മളൊരു ഓഫീസിലേക്കോ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ സ്റ്റാഫല്ല, നമ്മൾ പുറത്തൊരു സ്ഥാപനത്തിലേക്കാണ് ഇമെയിൽ അയക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായാണ് ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഒരു വിഷയം മുമ്പ് ചർച്ച ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ഇമെയിൽ അയക്കുന്ന ആളോട് സംസാരിച്ചിട്ടില്ല, അങ്ങനത്തെ സബ്ജക്റ്റാണ് നമ്മൾ ഇമെയിൽ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ഇമെയിൽ ആരംഭിക്കാമെന്ന് നോക്കാം. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ വിഷയങ്ങളിൽ നമുക്ക് ഈ ഇമെയിലുകൾ ഉപയോഗിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ മാനേജറോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ഫാൾട്ടുകളുണ്ട്, ഒരു വിഷയത്തിൽ ഒരുപാട് ഫാൾട്ടുകളുണ്ട്, ആ ഫാൾട്ടുകൾ ഇന്നതാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എന്നുള്ള ഫസ്റ്റ് മെയിലാണ് ഞാൻ അയക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഏറ്റവും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ്. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ ആഡ് ചെയ്യാം. ഇതുപോലെ തന്നെ വുഡ് യു പ്ലീസ് സോ കൈൻഡ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ലീവ് റിക്വസ്റ്റ് വേണം. വുഡ് യു പ്ലീസ് സോ കൈൻഡ് ടു ഗ്രാൻഡ് മീ ദ ലീവ്. നമുക്കിഷ്ടമുള്ള സബ്ജക്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അവിടേക്ക് നമുക്കൊരു പൊളൈറ്റ് മീനിങ്ങിൽ നമുക്ക് നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ഐഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കുഡ്. ഞാൻ വളരെ നന്ദിയുള്ള ആളാവും നിങ്ങളത് എനിക്ക് ചെയ്തു തരികയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമാകും. ഐ ബി ഹാപ്പി, ഐ ബി സാറ്റിസ്ഫൈഡ്, യു വിൽ ബി അപ്രീഷിയേറ്റ്, നിങ്ങൾക്ക് അഭിനന്ദനങ്ങളുണ്ട്, നിങ്ങളത് ചെയ്തു തന്നാൽ തുടങ്ങിയ ഒരുപാട് ഇമെയിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഐ വുഡ് റിയലി അപ്രീഷിയേറ്റ് തുടങ്ങിയ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എങ്ങനെ ഒരു ഇമെയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഒരു ഇമെയിൽ സ്റ്റാർട്ടിംഗ് ഫ്രേസുകളെല്ലാം നമുക്കിവിടെ ഉൾപ്പെടുത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ അയക്കാൻ പോകുന്ന ഇമെയിലിൻ്റെ കണ്ടൻറ്റും അത് ആർക്കാണോ ലഭിക്കുന്നത് അയാളെയും നമ്മൾ മനസ്സിലാക്കി മാത്രം
നമ്മൾ ഇമെയിൽ ആരംഭിക്കണം. ഓക്കെ, മുൻകഴിഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ ഇമെയിലാണ് അയക്കുന്നതെങ്കിൽ അതിൻ്റേതായ സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോഴേ നമുക്കൊരു പ്രൊഫഷണൽ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി നമുക്ക് അടുത്തൊരു അധ്യായമായി വീണ്ടും കാണാം. സീ ബൈ.